ന്യൂയോർക്കിലെ പകൽച്ചൂടിലും മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തെ മഞ്ഞയിൽ മുക്കിയ പതിനായിരങ്ങൾ. ജൂണിലെ തണുപ്പോ ഉറക്കത്തിൻ്റെ ആലസ്യമോ ഇല്ലാതെ കേരളത്തിലെ ലക്ഷക്കണക്കിന് ബ്രസീൽ ആരാധകർ. എല്ലാവരും കാത്തിരുന്നത് കാർലോ അഞ്ചലോട്ടി അണിയിച്ചൊരുക്കിയ പുതിയ കനറിപ്പടയെ കാണാനാണ്. പക്ഷേ കളി തുടങ്ങിയതു മുതൽ അവരുടെ നെഞ്ചകം പടപടാ മിടിച്ചു തുടങ്ങി. നെഞ്ചിലേക്കൊരു ഭയം അരിച്ചു കയറി. ആദ്യ മിനിറ്റിൽ സ്റ്റാറ്റ്സ് കാർഡിലേക്ക് നോക്കിയപ്പോൾ അവരുടെ മുന്നിൽ തെളിഞ്ഞതിങ്ങനെ: ഷോട്ടുകൾ മൊറോക്കോ 5, ബ്രസീൽ 1. 5 നക്ഷത്രങ്ങൾ അണിഞ്ഞു വന്ന ഈ ബ്രസീൽ ടീമിന് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ മൊറോക്കോക്ക് 10 മിനിറ്റുകൾ മാത്രം മതിയായിരുന്നു. മൊറോക്കോയുടെ തുടർ മുന്നേറ്റങ്ങൾക്കിടയിൽ ബ്രസീൽ ആരാധകർക്ക് അല്പം ആശ്വാസം നൽകിയത് ഗാലറിയിലെ ദൃശ്യങ്ങളാണ്. തങ്ങളെ മഞ്ഞക്കുപ്പായത്തോട് അടുപ്പിച്ച് ഏതാനും മുഖങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. ഫുട്ബോൾ ലോകത്തെ ഒരേയൊരു ഫിനോമിനൻ റൊണാൾഡോ നസാരിയോ, എതിർ ബോക്സിലേക്ക് ഇടിമിന്നലുകൾ പായിച്ചിരുന്ന റോബർട്ടോ കാർലോസ്, മധ്യനിരയിലെ മാന്ത്രികൻ കക്ക, കൂടെ ചിരിച്ചുകൊണ്ട് നെയ്മറും. ഓരോ ബ്രസീൽ ആരാധകനും അവരെയും ഇപ്പോൾ മൈതാനത്തുള്ളവരെയും നോക്കി ഒന്ന് നെടുവീർപ്പിട്ട് കാണണം. എന്താണ് ലൈനപ്പ് എന്ന് പ്രതീക്ഷിച്ചവർക്ക് മുന്നിൽ 4-2-4 എന്ന ഫോർമേഷനിലാണ് അഞ്ചലോട്ടി കളമൊരുക്കിയത്. വിനീഷ്യസ് ജൂനിയർ, റഫീഞ്ഞ എന്നിവർ വിങ്ങുകളിൽ. ഒപ്പം സർപ്രൈസ് സെലക്ഷനായി ബ്രെൻഫോർഡിൻ്റെ ഇഗാർ തിയാഗോ, കൂടെ കളിമനയാൻ ലൂക്കാസ് പക്കറ്റ. മധ്യനിരയെ നിയന്ത്രിക്കാൻ കസമിറോയും ബ്രൂണോ ഗിമരായസും. പ്രതിരോധത്തിലായിരുന്നു അതിലേറെ വലിയ സർപ്രൈസ്. തലവേദനയായ റൈറ്റ് ബാക്ക് പൊസിഷനിൽ നാച്ചുറൽ സെൻറ്റർ ബാക്കായ ഇബാനസ് നിൽക്കുന്നു. പക്ഷേ ആകെ മൊത്തം ഒന്നും ശരിയാകാത്ത നിമിഷങ്ങൾ. കളിമനയാൻ പക്കറ്റയെ വലതുവശത്ത് വിന്യസിച്ചപ്പോൾ മധ്യനിരയിൽ കസമിറോക്കും ബ്രൂണോക്കും വലിയൊരു ഭാഗം ഒറ്റയ്ക്ക് കവർ ചെയ്യേണ്ടി വന്നു. ബ്രസീൽ ഒന്നുണരും മുമ്പേ അവരെ ഞെട്ടിക്കുക. മൊറോക്കൻ കോച്ച് മുഹമ്മദ് ഹൗഹാബി കൃത്യമായ പ്ലാനോടെയാണ് വന്നത്. പ്രതീക്ഷിച്ച പോലെ പ്രസ്സിങ്ങും അതിവേഗ കൗണ്ടർ അറ്റാക്കുകളുമായിരുന്നു മൊറോക്കോയുടെ ആയുധം. ടാക്ടിക്കലായി അവർ ബ്രസീലിനേക്കാൾ ഏറെ മുന്നിൽ. 1966 ശേഷം ഒരു ലോകകപ്പ് മത്സരത്തിൽ ബ്രസീൽ ആദ്യ 10 മിനിറ്റിൽ 5 ഷോട്ടുകൾ നേരിടുന്നത് ഇത് 2ാം തവണ മാത്രമാണ്. കാനറികൾ മൈതാനത്ത് ദിക്കറിയാതെ നിന്ന നേരങ്ങൾ. മിഡ്ഫീൽഡിലൂടെ ബ്രാഹിം ഡയസ് തെന്നി നീങ്ങുമ്പോൾ തടുക്കാൻ കാനറികൾക്ക് മറു പ്ലാനുകളില്ലായിരുന്നു. അഷ്റഫ് ഹക്കീമിയും നസീർ മസ്രാവിയും വിങ്ങുകളിലൂടെ ഇരച്ചു കയറി. പക്ഷേ ബ്രസീൽ കാത്തിരുന്നൊരു മൊമെൻറ്റം അതിനിടയിൽ സംഭവിച്ചു. ക്രോസിൽ നിന്നും ഇഗോർ തിയാഗോക്ക് ലഭിച്ചത് ഒരു സുവർണാവസരം. പക്ഷേ അത് കൃത്യമായി കണക്ട് ചെയ്യാനായില്ല. ഗാലറിക്ക് ആകെ നിരാശ. കളിയുടെ 21ാം മിനിറ്റ്. ബ്രസീൽ ആരാധകർ ഭയന്നത് തന്നെ സംഭവിക്കുകയാണ്. മാർക്കിഞ്ഞോസും ഗബ്രിയേലും ഒരേ സമയം പൊസിഷൻ തെറ്റി നിൽക്കുന്നു. അവസരം മുതലെടുത്ത ഇസ്മായിൽ സൈബാരി അലിസൺ ബക്കറുടെ തലക്ക് മുകളിലൂടെ ആ പന്ത് ചിപ്പ് ചെയ്ത് വലയിലേക്ക് ഇട്ടു. ബ്രസീൽ ആരാധകരുടെ നെഞ്ചിലേക്ക് 1000 കുന്തമുനകൾ ഒന്നിച്ചിറങ്ങുന്ന വേദന. 92 വർഷമായി ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ തോറ്റിട്ടില്ലെന്ന അഹങ്കാരം അവിടെ തീർന്നു പോകുന്നുവെന്ന് ഓരോരുത്തരും കരുതി. മധ്യനിരയിലെ ക്രിയേറ്റിവിറ്റി ഇല്ലായ്മയായിരുന്നു ബ്രസീലിൻ്റെ പ്രധാന ശാപം. നെയ്മറില്ലാത്ത കളിയിൽ ബോക്സിലേക്ക് കൃത്യമായ പാസുകൾ നൽകാൻ ആരുമുണ്ടായിരുന്നില്ല. കസമിറോയും ബ്രൂണോ ഗിമരായസും കേവലം ഡിഫൻസീവ് ഡ്യൂട്ടിയിൽ മാത്രം ഒതുങ്ങിപ്പോയി. പക്കറ്റയാകട്ടെ വിങ്ങിൽ ഒറ്റപ്പെട്ടു പോയതോടെ ബ്രസീലിന് താളം നഷ്ടപ്പെട്ടു. വിങ്ങുകളിലേക്ക് മാത്രം പാസ് ചെയ്തായിരുന്നു ബ്രസീലിൻ്റെ മുന്നേറ്റങ്ങൾ. കാര്യം തിരിച്ചറിഞ്ഞ അഞ്ചലോട്ടി തൻ്റെ പ്ലാൻ മാറ്റി. പക്കറ്റയ്ക്ക് കൂടുതൽ ഡിഫൻസീവ് ഡ്യൂട്ടി നൽകി. തലകുരിച്ചു നിന്ന ബ്രസീലിയൻ ഹൃദയങ്ങൾ ഒരു രക്ഷകന്റെ വരവിനായി പ്രാർത്ഥിക്കുകയായിരുന്നു. അവിടെ വെച്ചൊരാൾ ആ പ്രാർത്ഥനകൾ കേട്ടു. ക്ലോക്കിൽ സമയമപ്പോൾ 32 മിനിറ്റ്. തൻ്റെ 50ാം അന്താരാഷ്ട്ര മത്സരം വിനീഷ്യസ് ജൂനിയർ എന്നെന്നും ഓർമ്മിക്കാനുള്ളതാക്കി മാറ്റി. ഇടതുവിങ്ങിൽ ബ്രൂണോ ഗിമരായസ് നൽകിയ പന്ത് സ്വീകരിക്കുമ്പോൾ വിനിക്ക് മുന്നിൽ അധികം സ്ഥലമുണ്ടായിരുന്നില്ല. പക്ഷേ തൻ്റെ അസാധാരണമായ വേഗതയും മൂവ്മെൻറ്റും കൊണ്ട് മൊറോക്കൻ ഡിഫൻസിനെ കബളിപ്പിച്ച് വിനി അകത്തേക്ക് കട്ട് ചെയ്തു കയറി. റയലിൽ പലവട്ടം ചെയ്ത അതേപടി വിനീഷ്യസ് ഒരിക്കൽ കൂടി തൻ്റെ കോച്ചിനായി ചെയ്തു. മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോനോക്ക് ഒരു ചാൻസും നൽകാതെ പന്ത് പോസ്റ്റിൻ്റെ ടോപ്പ് കോർണറിലേക്ക് തറച്ചു. ഗോൾ. മെറ്റ്ലൈഫ് സ്റ്റേഡിയം ഇളകി മറിഞ്ഞു. ബ്രസീലിയൻ തീരങ്ങൾ മുതൽ മലബാർ തീരങ്ങൾ വരെ ഒന്നിച്ചു കുലുങ്ങിയ നേരം. വിനിയുടെ ബ്രസീൽ ജേഴ്സിയിലെ 10ാം ഗോളാണിത്. ബ്രസീൽ ഒപ്പത്തിനൊപ്പം 1-1. ഹാഫ് ടൈമിന് തൊട്ടു മുമ്പ് ഒരു അക്രോബാറ്റിക് വോളിയിലൂടെ പക്കറ്റ ഒന്ന് വിറപ്പിച്ചെങ്കിലും ബോനോ അത് തട്ടിയകറ്റി. 2ാം പകുതിയിൽ കൂടുതൽ കൺട്രോൾ ഉള്ള ബ്രസീലിനെയാണ് കണ്ടത്. എന്നാൽ വലുതുവെങ്കിൽ റഫീഞ്ഞ അമ്പയെ നിരാശപ്പെടുത്തി. മസ്രാവി റഫീഞ്ഞയെ പൂർണ്ണമായും തൻ്റെ പോക്കറ്റിലാക്കിയെന്ന് പറയാം. 2ാം പകുതിയിൽ ബ്രൂണോ ഗിമരായസ് നൽകിയൊരു ലോ ക്രോസ് കണക്ട് ചെയ്യാൻ റഫീഞ്ഞയ്ക്കായില്ല. എന്നാൽ വൻ തോക്കുകൾ പതറുമ്പോൾ മൊറോക്കൻ കുപ്പായത്തിൽ ഒരു 18കാരൻ എല്ലാവരുടെയും ഹൃദയം കവർന്നു. അയ്യൂബ് ബൊഗാദി. ഫ്രഞ്ച് അണ്ടർ-21 ക്യാപ്റ്റനായിരുന്ന താരം ലോകകപ്പിന് തൊട്ടു മുമ്പാണ് മൊറോക്കോക്കായി കളിക്കാൻ തീരുമാനിച്ചത്. ബ്രസീലിൻ്റെ വൻമരങ്ങളായ കസമിറോയെയും ഗിമരായസിനെയും ബൗആറി വിറപ്പിച്ചു നിർത്തി. മധ്യനിരയിൽ പന്ത് ഹോൾഡ് ചെയ്യാനും വിതരണം ചെയ്യാനുമുള്ള അവൻ്റെ മിടുക്ക് ലോകം അത്ഭുതത്തോടെയാണ് കണ്ടത്. ബ്രസീലിൻ്റെ നീക്കങ്ങൾക്ക് മൂർച്ച പോരാ എന്ന് കണ്ട അഞ്ചലോട്ടി ബെഞ്ചിലേക്ക് നോക്കി. കസമിറോയെ മറ്റ് ഫബീഞ്ഞോയെയും ഇബാനസിനു പകരം ഡാനിലോയെയും കളത്തിലിറക്കി. പക്കറ്റയ്ക്കു പകരം മഥാവ്യൂസ് കുനയും തിയാഗോക്കു പകരം ലൂയിസ് എൻറിക്കയും കളത്തിലെത്തി. മധ്യനിര താളം കണ്ടെത്താൻ പാടുപെടുമ്പോഴെല്ലാം ക്യാമറകൾ ബെഞ്ചിലിരുന്ന നെയ്മറിലേക്ക് സൂം ചെയ്തുകൊണ്ടേയിരുന്നു.
എങ്കിലും ആദ്യ മിനിറ്റുകളെ അപേക്ഷിച്ച് ബ്രസീൽ രണ്ടാം പകുതിയിൽ അല്പം കൂടി ഓർഗനൈസ്ഡ് ആയിരുന്നു. കളിയുടെ അവസാന മിനിറ്റുകളിൽ മൊറോക്കോ വീണ്ടും ബ്രസീലിനെ മുൾമുനയിൽ നിർത്തി. മത്സരത്തിന് 99-ാം മിനിറ്റിൽ എൽ ഐനാവയുടെ ദൂരെ നിന്നുള്ള ഒരു വെടിയുണ്ട ഷോട്ട് അലിസൺ തട്ടിയകറ്റിയെങ്കിലും വീണത് അയ്യൂബ് അമോമാനിയുടെ കാലുകളിൽ. പക്ഷേ കണ്ണു തെറ്റാതെ നിന്ന അലിസൺ ബക്കർ അതിശയിപ്പിക്കുന്ന ഒരു ഡബിൾ സേവിലൂടെ ഹീറോയായി മാറി. കൂടുതൽ അപകടങ്ങളില്ലാതെ ഫൈനൽ വിസിലുയർന്നു. ബ്രസീൽ 1, മൊറോക്കോ 1. ഈ മത്സരത്തിൽ ബ്രസീലിന് ഏറ്റവും വലിയ പോസിറ്റീവ് വിനീഷ്യസ് ജൂനിയറാണ്. അബദ്ധങ്ങൾ ചെയ്തെങ്കിലും അയാളുടെ ഒറ്റയാൽ മിടുക്കിലാണ് ആ ഗോൾ പിറന്നത്. കൂടെ സമ്മർദ്ദ സാഹചര്യം മറികടക്കാനാകുമെന്ന് വിനി തെളിയിച്ചു. എന്നാൽ ആകെത്തുകയിൽ കളിയിലുടനീളം മിസ്പാസുകളും കോർഡിനേഷൻ കുറവും കാണാമായിരുന്നു. മാർക്കിഞ്ഞോസും ഗബ്രിയേലും തമ്മിലുള്ള സിങ്ക് ശരിയാകേണ്ടിയിരിക്കുന്നു. നെയ്മറില്ലാത്ത സാഹചര്യത്തിൽ മധ്യനിരയിൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ പുതിയൊരു പ്ലാൻ കണ്ടെത്തണം. ഫാസ്റ്റ് വിംഗർമാരെ പൂട്ടാൻ ഫുൾ ബാക്കുകൾ കൂടുതൽ ജാഗ്രത പുലർത്തണം. റഫീഞ്ഞയുടെ ഫോമും അതിനിർണായകമാണ്. ഈ പോരായ്മകൾക്കിടയിലും ഹെയ്ത്തിയെയും സ്കോട്ട്ലൻഡിനെയും മറികടക്കാനായേക്കും. പക്ഷേ നിർണായക മത്സരങ്ങൾ വരാനുണ്ട്. ഇൻഡിവിജ്വൽ ബ്രില്യൻസിനപ്പുറത്തൊരു ടീം എന്ന മെൻറ്റാലിറ്റി വീണ്ടെടുക്കണം. എങ്കിൽ അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാമെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.